കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലുണ്ടായ അപകടം ഒരു നാടിന്റെ നോവാണ്. വിവിധ ദേശങ്ങളുടെ വരവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. അപകട സമയം ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കാം. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മണക്കുളങ്ങര ക്ഷേത്രോത്സവം അവസാന ദിവസത്തെ ചടങ്ങുകൾ നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ദുരന്തം തേടിയെത്തിയത്. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ക്ഷേത്രവരവ് നടക്കവേ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടക്കുന്നത്. ക്ഷേത്രവരവിന് മുന്നോടിയായി വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചിരുന്നു. ഇതിൻ്റെ ശബ്ദമാണ് ആനകളിടയാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകട സമയം ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്നത് 2 ആനകൾ, ഗോകുലും പീതാംബരനും. പിന്നിൽ നിന്ന ആന മുന്നിൽ നിന്ന ആനയെ കുത്തി. ഇതോടെ 2 ആനകളും പരിഭ്രാന്തരായി. ഇതോടെ ജനങ്ങൾ ചിതറിയോടി. കാട്ടുവയൽ അണയിലക്കടവ് ദേശങ്ങളുടെ വരവ് ക്ഷേത്രത്തിന് സമീപം എത്തിയിരുന്നു. ഈ കൂടെ നിരവധി ആനകളും ആയിരക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നു. ഇവർ കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിച്ചേനെ. രണ്ട് വരവും അവിടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് വരവെത്തും. അതിന് തൊട്ട് മുമ്പാണ് ഇത് അപകടം ഉണ്ടായത്. കൂടുതൽ പേർക്ക് അപകടവും ഇതൊന്നുമല്ല, ചിത്രമാറും മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ഒന്നാമത്തെ ഈ ചുറ്റുമതിലൊക്കെ ഇങ്ങനെ കെട്ടിയെക്കൊണ്ട് ജനങ്ങൾ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണുള്ളത്. ആനകളിടഞ്ഞ് ഓടുന്നതിനിടെയാണ് ഈ കാണുന്ന കെട്ടിടം തകർന്നു വീണത്. 3 പേരുടെ മരണത്തിന് കാരണമായതും ഈ കെട്ടിടം തകർന്നു വീണത് തന്നെയാണ്. പരിക്കേറ്റവരെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമാണ് രക്ഷപ്പെടുത്തിയതും. അവിടെ ആ പരിസരം എന്താ വെച്ചാൽ കംപ്ലീറ്റ് പ്രായമുള്ള ആൾക്കാരെ ഇരിക്കാൻ തക്കണമല്ലേ, അവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ടാകുക. എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാകില്ലേ, പ്രായമുള്ള സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുക. അതിലേക്കാണ് ആന നന്നായിട്ട് കയറിയത്. അതന്നെ, ഈ ആന ബാക്കിലുള്ള ആന പിന്നെ മുന്നിലത്തെ ആനേനെ തിക്കിയിട്ട് കുത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആ ആന നേരെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് കയറുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോകുന്നത്. ഇങ്ങോട്ട് ഓടിയത് ഇവിടുന്ന് കിട്ടി പിടിച്ച്. മറ്റേത് ഒരു ഈ സൗത്ത് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്, അവിടെ നിന്ന് പിടിച്ച്. 20 ആൾക്കാരേറ്റാൻ മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു 4-5 ആളേറ്റാൻ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പരിഭ്രാന്തികൾക്കൊടുവിൽ ഇടഞ്ഞ ഗോകുൽ, പീതാംബരൻ എന്നീ ആനകളെ തളയ്ക്കാനായി. എന്നാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് ആശങ്കയുടെയും കണ്ണുനീരിൻ്റെതുമായി മാറി. ഇന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട നാട്ടിൽ ഒരു ശൂന്യതയാണ്. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊയിലാണ്ടി. ഉത്സവം എന്ന് പറയുന്നത് പല നാടുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് വരുന്നു. പ്രത്യേകിച്ച് ഉത്സവത്തിന് വേണ്ടി മാത്രം സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് വരുന്ന ഒരു സന്തോഷത്തിന്റെ സമയമാണ് ഉത്സവം. പക്ഷെ അവിടെയാണ് ഈ അപകടം ഉണ്ടായതും വലിയ സങ്കടത്തിലേക്ക് ഒരു നാടൊന്നാകെ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതും. എൻ്റെ ബ്രദർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടൻ ദുബൈയിലാണുള്ളത്. മരിച്ച ലീല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അഖിലേഷിൻ്റെ അമ്മയാണ്. അവൻ ഇന്നലെ തന്നെ നാട്ടിലേക്ക് പോയെന്ന്. ഇതൊരവസ്ഥയാണ് അല്ലേ. എല്ലാവർക്കും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന എന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അമ്മ മരിച്ചു ഈ അപകടത്തിൽ. ആദ്യ അപകടത്തിൻ്റെ വാർത്ത കേൾക്കുന്നുണ്ടാവും. പിന്നെ സങ്കടമാണ് ഓരോരുത്തർക്കായിട്ട്. എത്ര പേർക്ക് ഇതുപോലെ ഓരോ അപകടങ്ങളിൽ. ഇന്നലെ 3 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്. പക്ഷെ മുൻപും ഒരുപാട് സംഭവങ്ങൾ സമാനമായത് ഉണ്ടായിട്ടുണ്ട്.